ബജാജ് ഹൗസിംഗ് ഫിനാൻസിന് ശേഷം മറ്റൊരു ഫിനാൻസ് കമ്പനിയും കൂടി IPOയുമായി വിപണിയിലേക്ക്. മാൻബ ഫിനാൻസിന്റെ IPO അനാലിസിസ് ആണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു IPO അലേർട്സ്. ആയിരത്തി 1998 സ്ഥാപിതമായ മാൻബ ഫിനാൻസ് ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയാണ്. സാധാരണ 2 വീലർ 3 വീലർ വാഹനങ്ങൾക്ക് പുറമെ EV വാഹനങ്ങൾക്കുമുള്ള ഫിനാൻഷ്യൽ സർവീസസ് ആണ് കമ്പനി നൽകുന്നത്. ഇതിനു പുറമെ യൂസ്ഡ് കാറുകൾ, ചെറുകിട ബിസിനസ് വായ്പകൾ, വ്യക്തിഗത വായ്പകൾ എന്നിവയും കമ്പനിക്കുണ്ട്. എംപ്ലോയീസും സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ളവരുമാണ് കമ്പനിയുടെ പ്രധാന കസ്റ്റമേഴ്സ്. വാങ്ങാൻ ആഗ്രഹിക്കുന്ന വാഹനത്തിന്റെ ഓൺ റോഡ് വിലയുടെ 85% വരെ കമ്പനി ലോണായി നൽകും. ബാക്കി തുക കസ്റ്റമേഴ്സ് നൽകേണ്ടതുണ്ട്. 2009 മുതലാണ് വിവിധ സംസ്ഥാനങ്ങളിലായി കമ്പനി ബ്രാഞ്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആരംഭിച്ചത്. അർബൻ, സെമി അർബൻ, മെട്രോപൊളിറ്റൻ സിറ്റീസ് ആൻഡ് ടൗൺസ് എന്നിവിടങ്ങളിലായി കമ്പനിക്ക് ബ്രാഞ്ചുകളുണ്ട്. മഹാരാഷ്ട്രയിലെ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് വെസ്റ്റേൺ, സെൻട്രൽ ആൻഡ് നോർത്തേൺ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമുണ്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ 190-ലധികം EV ഡീലർമാർ ഉൾപ്പെടെ 1100-ലധികം ഡീലർമാരുമായി കമ്പനി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ലോൺ പോർട്ട്ഫോളിയോയുടെ ഏകദേശം 97.90% പുതിയ വാഹനങ്ങളുടെ വായ്പകളാണ്. 2 വീലേഴ്സ് വായ്പകൾക്ക് ശരാശരി ടിക്കറ്റ് വലുപ്പം 80,000 രൂപയും 3 വീലേഴ്സ് വായ്പകൾക്ക് 1,40,000 രൂപയുമാണ് കമ്പനി നൽകുന്നത്. ഇന്റേണൽ ക്രെഡിറ്റ് പോളിസികൾ, LTV, ക്യാഷ് ഫ്ലോ, സിബിൽ സ്കോർ, കൊളാട്രൽ എന്നിവയെ അടിസ്ഥാനമാക്കി വാഹനത്തിന്റെ ഓൺ റോഡ് വിലയുടെ 85% വരെ മാത്രമാണ് കമ്പനി ഫണ്ട് ചെയ്യുക. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ 92% 2 വീലേഴ്സ് വായ്പകളായിരുന്നു. കമ്പനിയുടെ ഓരോ ബ്രാഞ്ചിനും 14.41 കോടി രൂപയുടെ AUM-ൽ ഈ മേഖലയിലെ മികച്ച 3 കമ്പനികളിൽ മാൻബ ഫിനാൻസ് സാന്നിധ്യം ഉറപ്പിച്ചു. അർമാൻ ഫിനാൻഷ്യൽ, ബൈഡ് ഫിൻസർവ്, ബെരാർ ഫിനാൻഷ്യൽ, ഹീറോ ഫിൻകോർപ്പ്, MAS ഫിനാൻഷ്യൽ, മുത്തൂറ്റ് ഫിൻകോർപ്പ്, TVS ക്രെഡിറ്റ് എന്നിവയാണ് മറ്റു സ്ഥാപനങ്ങൾ. 2020 സാമ്പത്തിക വർഷം മുതൽ 40.32% CAGR-ഓടെ ഏറ്റവും വേഗമേറിയ ബ്രാഞ്ച് വളർച്ചയും കമ്പനി കൈവരിച്ചു. ഇനി നമുക്ക് IPO ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഇഷ്യൂവിലൂടെ 150.84 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇഷ്യൂ പൂർണ്ണമായും 1.26 കോടി ഓഹരികളുടെ ഫ്രഷ് ഇഷ്യൂ ആണ്. സെപ്റ്റംബർ 23 ആരംഭിക്കുന്ന ഇഷ്യൂ 25 അവസാനിക്കും. ഓഹരികളുടെ അലോട്ട്മെന്റ് സെപ്റ്റംബർ 26 പൂർത്തിയാവും. സെപ്റ്റംബർ 26 ഓഹരികൾ അലോട്ട് ചെയ്തവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതേ ദിവസം തന്നെ കമ്പനി റീഫണ്ടുകൾ നൽകി തുടങ്ങും. ഓഹരികൾ BSE NSEയിൽ സെപ്റ്റംബർ 30 ലിസ്റ്റ് ചെയ്യും. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 114 മുതൽ 120 രൂപ വരെയാണ്. ഒരു ലോട്ടിൽ 125 ഓഹരികളാണ് ഉണ്ടാവുക. റീറ്റെയിൽ നിക്ഷേപകർക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 15,000 രൂപയാണ്. റീറ്റെയിൽ നിക്ഷേപകർക്ക് 13 ലോട്ടുകൾക്ക് വരെ അപേക്ഷിക്കാം. ഇഷ്യൂവിന്റെ 50% QIBക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. NIIകൾക്ക് 15%, റീറ്റെയിൽ നിക്ഷേപകർക്ക് 35% റിസർവ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഭാവി മൂലധന ആവശ്യങ്ങൾക്കായി ഇഷ്യൂ തുക ഉപയോഗിക്കും. മാൻബ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സെക്യൂരിറ്റീസ്, ആവലോൺ അഡ്വൈസറി ആൻഡ് കൺസൾട്ടന്റ് സർവീസസ്, മാൻബ ഫിൻകോർപ്പ്, മാൻബ ഇൻഫോടെക്, മനീഷ് കിരിത് കുമാർ ഷാ എന്നിവരാണ് കമ്പനിയുടെ പ്രൊമോട്ടർമാർ. ഹെം സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ് IPOയുടെ ലീഡ് മാനേജർ. ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇഷ്യൂവിന്റെ രജിസ്ട്രാർ. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ അനാലിസിസിലേക്ക് കടക്കാം. കമ്പനിയുടെ ഫിനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ലാഭം ഉയർന്നു വരുന്നതായി കാണാം. 2022 9.7 കോടി രൂപയുടെ ലാഭത്തിലുണ്ടായിരുന്ന കമ്പനി 2023 സാമ്പത്തിക വർഷത്തിലെത്തുമ്പോൾ 70.22% വർധനയോടെ 16.58 കോടി രൂപയിലെത്തി. 2024 കമ്പനിയുടെ ലാഭം 89.50% ഉയർന്ന് 31.42 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. സമാന കാലയളവിൽ കമ്പനിയുടെ വരുമാനവും കുതിപ്പിൽ തന്നെയായിരുന്നു. 2022 106.60 കോടി രൂപയുടെ വരുമാനമായിരുന്നു കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത് 2023 25.04% ഉയർന്ന് 133.32 കോടി രൂപയിലെത്തി. 2024 സാമ്പത്തിക വർഷത്തിലത് 43.74% കുതിപ്പോടെ 191.63 കോടി രൂപയായി രേഖപ്പെടുത്തി. ഇതേ കാലയളവിലെ കമ്പനിയുടെ ചെലവ് നോക്കാം.
2022 93.96 കോടി രൂപയിലുണ്ടായിരുന്ന കമ്പനിയുടെ ചെലവ് 2023 17.64% ഉയർന്ന് 110.53 കോടി രൂപയിലെത്തി. ഇത് 2024 സാമ്പത്തിക വർഷത്തിൽ 38.19% വർധനവോടെ 152.74 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് കമ്പനിയുടെ റേഷ്യോ അനാലിസിസിലേക്ക് കടക്കാം. റേഷ്യോ അനാലിസിസിൽ പ്രധാനമായും നോക്കുന്നത് സമാന കമ്പനികളുടെ വളർച്ചയുമായി താരതമ്യം ചെയ്യാനാണ്. മറ്റൊരു പ്രധാന കാരണം മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ വളർച്ചയിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാനും കൂടിയാണ്. ആദ്യം നമുക്ക് കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലേക്ക് പോവാം. കമ്പനിയിലെ നിലവിലുള്ള നിക്ഷേപകർക്ക് ലഭിക്കുന്ന റിട്ടേൺ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷ കാലയളവിൽ കമ്പനിയുടെ ROE കുതിച്ചുയരുകയാണ്. കമ്പനിയുടെ ലാഭത്തിലെ വർധനയാണ് ഇതിനുള്ള പ്രധാന കാരണം. കമ്പനിയുടെ 2022 സാമ്പത്തിക വർഷത്തിലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 6.47%. ഇത് 2023 എത്തുമ്പോൾ 9.91%. 2024 സാമ്പത്തിക വർഷത്തിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി കുത്തനെ ഉയർന്ന് 15.66% രേഖപ്പെടുത്തി. കമ്പനിയുടെ കറന്റ് റേഷ്യോയാണ് നോക്കേണ്ട മറ്റൊരു പ്രധാന മെട്രിക്. നിലവിലെ ആസ്തികൾ ഉപയോഗിച്ച് ഷോർട്ട് ടേം ഡെറ്റ് മറികടക്കുന്നതിനുള്ള കമ്പനിയുടെ കേപ്പബിലിറ്റിയെ വിലയിരുത്തുന്ന ലിക്വിഡിറ്റി റേഷ്യോ ആണിത്. അവസാന 3 വർഷത്തിൽ കമ്പനിയുടെ കറന്റ് റേഷ്യോ ഉയർന്നു വരുന്നുണ്ട്. 2022 3.99 ആയിരുന്ന റേഷ്യോ 2023 എത്തുമ്പോൾ 11.25 ഉയർന്നു. 2024 ഇത് 15.78 വീണ്ടും വർധന രേഖപ്പെടുത്തി. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കിയാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഉയർന്നു വരുന്നതായാണ് കാണുന്നത്. ഒരു കമ്പനിയുടെ കടത്തെ അതിന്റെ ഇക്വിറ്റിയുമായി താരതമ്യം ചെയ്യുന്ന ഒരു സാമ്പത്തിക മെട്രിക് ആണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. 2022 റേഷ്യോ 2.6 ആയിരുന്നു. 2023 ഇത് 3.54 ഉയർന്നു. 2024 സാമ്പത്തിക വർഷത്തിലെത്തുമ്പോൾ റേഷ്യോ 3.75 വീണ്ടും ഉയർന്നു. IPOയ്ക്ക് ഉയർന്ന സബ്സ്ക്രിപ്ഷൻ ലഭിച്ചാൽ മികച്ച പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. നിക്ഷേപങ്ങൾ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടവയാണ്. നിക്ഷേപിക്കും മുമ്പേ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടേണ്ടതുമാണ്. മറ്റൊരു IPO അലേർട്സുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ.